ഇനി ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മടിയനായ ഒരു സിംഹത്തിന്റെ കഥയാണ്. കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ സൂത്രം നമ്മുടെ മൃഗങ്ങൾ എല്ലാവരും കൂടെ പൊളിച്ചടുക്കിയത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് കേൾക്കണ്ടേ? ചെമ്പകക്കാട്ടിലെ രാജാവായിരുന്നു വീരൻ സിംഹം. കാട്ടിലെ രാജാവായതിനാൽ വീരൻ സിംഹം പറയുന്നത് കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും അനുസരിക്കുമായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. വീരൻ സിംഹം അങ്ങനെ ഗുഹയിൽ വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. നല്ല വിശപ്പ്, പുറത്തു പോയാലല്ലേ വല്ലതും കഴിക്കാൻ കിട്ടുള്ളൂ. മഹാമടിയനായ സിംഹം പുറത്തു പോകാതെ എങ്ങനെ ആഹാരം ഗുഹയിലെത്തിക്കാം എന്ന് ആലോചിക്കാൻ തുടങ്ങി. നല്ലൊരു സൂത്രം കിട്ടി. ഞാനൊരു രോഗിയെ പോലെ അഭിനയിക്കണം. എനിക്ക് നടക്കാൻ വയ്യെന്നും പുറത്തു പോയി ഇര തേടാൻ പോലും വയ്യെന്നും പറഞ്ഞു പരത്തണം. അങ്ങനെ സിംഹം ഒരു രോഗിയെ പോലെ ഗുഹയിൽ കിടന്ന് കരഞ്ഞു. രാജാവ് രോഗശയ്യയിലാണെന്ന് കാട് മുഴുവൻ വാർത്ത പരന്നു. ദിവസേന 1-2 പേരെങ്കിലും രാജാവിന്റെ അസുഖം തിരക്കാൻ പോകാറുണ്ട്. അങ്ങനെ വീരൻ സിംഹം തടിയനങ്ങാതെ സുഖിച്ചു കഴിഞ്ഞ് വരികയായിരുന്നു. രോഗം തിരക്കി വരുന്ന മൃഗങ്ങളെ വീരൻ അകത്താക്കുമായിരുന്നു. അങ്ങനെ മൃഗരാജന്റെ തുടർച്ചയായ കരച്ചിൽ കേട്ട് കുറേ മൃഗങ്ങൾ സിംഹരാജാവിന്റെ ഗുഹയ്ക്ക് മുന്നിലെത്തി. ഇന്നെന്റെ രോഗവിവരം അറിയാൻ ആരും അകത്തേക്ക് വരുന്നില്ലല്ലോ. നിങ്ങൾക്കാർക്കും എന്നോട് ദയയില്ലാതെ ആയോ? ആ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു കുറുക്കച്ചാർ ഉണ്ടായിരുന്നു. കുറുക്കച്ചാർക്ക് സിംഹത്തിന്റെ കൗശലം പിടികിട്ടി. നിങ്ങൾക്കാർക്കും എന്നോട് ദയയില്ലാതായോ? എന്താ കുറുക്കച്ചാരെ, നിങ്ങളെങ്കിലും എന്റെ അടുത്ത് വന്ന് അല്പം ആശ്വസിപ്പിക്കൂ എന്ന് സിംഹം ആവശ്യപ്പെട്ടു. അപ്പോൾ കുറുക്കച്ചാർ പറഞ്ഞു, ഞാൻ തീർച്ചയായും വരുമായിരുന്നു രാജാവേ, പക്ഷേ എന്താ ഒരു പക്ഷേ അങ്ങയുടെ അസുഖ വിവരം അന്വേഷിക്കാൻ വന്ന മൃഗങ്ങളുടെ അകത്തു കയറി വന്ന കാൽപ്പാടുകൾ ഒന്നും തിരികെ ഇറങ്ങി പോയതായി ഞാൻ കാണുന്നില്ല. അതിനാൽ എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങയെ ആശ്വസിപ്പിച്ചു കൊള്ളാം. ഇത് കേട്ട വീരൻ സിംഹം നാണിച്ച് തല താഴ്ത്തി. സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി ഒളിഞ്ഞോ എന്നവന് മനസ്സിലായി. കഥ എങ്ങനെയുണ്ട്? സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി നമ്മുടെ കുറുക്കച്ചാരുടെ അടുത്ത് നടന്നില്ല. മടിയനായി എങ്ങനെ ജീവിക്കാം എന്നായിരുന്നു സിംഹത്തിന്റെ മനസ്സിലിരിപ്പ്. എല്ലാവരും കൂടി സിംഹത്തിന്റെ കുരുട്ട് ബുദ്ധി പൊളിച്ചു കളഞ്ഞു. നിനക്കും ഇതുപോലെ കുരുട്ട് ബുദ്ധി ഉണ്ടോടി കുരുവി പെണ്ണെ? പോ കുഞ്ഞി, മിണ്ടില്ല. അടുത്ത കഥ വേഗം പറഞ്ഞതാ.